ഹായ് ഫ്രണ്ട്സ്, RPM ടെക് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മളെ ബൈക്കുകളായാലും സ്കൂട്ടറുകളൊക്കെ നിങ്ങൾക്കറിയാലോ, നമ്മൾ പൊതുവേ നമ്മൾ വർക്ക്ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ എല്ലാവരും പറഞ്ഞേക്കുന്ന ഒരു കാര്യം നമ്മളെ സ്പാർക്ക് പ്ലഗ് കത്തിപ്പോയി, അല്ലെങ്കിൽ സ്പാർക്ക് പ്ലഗ് ഷോർട്ടായി, അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആയി, പീരിയോഡിക് സർവീസായി ചേഞ്ച് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ എന്താണ് ഈ സ്പാർക്ക് പ്ലഗ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സ്പാർക്ക് പ്ലഗിൻ്റെ ആവശ്യകത എന്താണ്, അതിൻ്റെ വർക്കിംഗ് എന്താണ്, നമുക്ക് പ്ലഗ് ഏതൊക്കെ ടൈമിലാണ് ചേഞ്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നുള്ളത് സ്പാർക്ക് പ്ലഗ് ആണ്. ഓക്കെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു സ്പാർക്ക് പ്ലഗ് ആണ്. അപ്പോൾ ഒരു സ്പാർക്ക് പ്ലഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എഞ്ചിനിലോ, അതായത് ഒരു IC എഞ്ചിനിലോ, നമ്മളെ പ്രോപ്പറായിട്ട് നമ്മൾ പറയുന്ന സിംഗിൾ സിലിണ്ടർ ബൈക്കിലോ സ്കൂട്ടറിലോ നമ്മളെ എഞ്ചിനിൽ എന്താണ് സംഭവിക്കുന്നത്, എയറും ഫ്യൂവലും കൂടെ കംപ്രസ് ചെയ്യണം. അപ്പൊ കംപ്രസ് ചെയ്ത എയറിനെയും ഫ്യൂവലും കൂടെ എത്തണമെങ്കിൽ, അത് എയർ ഫ്യൂവലും കൂടെ സിലിണ്ടറിനകത്ത് ബേൺ ആവണമെങ്കിൽ അവിടെ ഒരു ചെറിയ തീനാളമോ തീപ്പൊരിയോ അല്ലെങ്കിൽ എന്താണ് ചെറിയൊരു സ്പാർക്കോ വേണം. അപ്പൊ ആ ഒരു സ്പാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, സ്പാർക്ക് സിലിണ്ടറിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പാർട്ടാണ്, അല്ലെങ്കിൽ ഒരു കമ്പോണന്റ് ആണ് പ്ലഗ് എന്ന് നമുക്ക് പറയാം. ഇതിന്റെ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന ടെർമിനലിൽ നിന്നും കറണ്ട് സപ്ലൈ വന്ന് ഇതിലാണ് എർത്ത് പ്രൊഡ്യൂസ് ചെയ്യുക. എർത്തും ഈ സെൻട്രൽ ഇലക്ട്രോഡിൽ കൂടെ വരുന്ന കറണ്ട് നേരെ എന്താണ് ഗ്രൗണ്ട് ഇലക്ട്രോഡ്. പ്ലഗിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബൈക്കിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈ വോൾട്ട് കറണ്ട് എന്താണ് ഈ കാണുന്ന സെൻട്രൽ ഇലക്ട്രോഡിന്റെ അകത്ത് കൂടെ കയറി വന്ന് നേരെ ഗ്രൗണ്ട് ഇലക്ട്രോഡിലേക്ക് പാസ് ആവുകയാണ് ചെയ്യുന്നത്. ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഹൈ വോൾട്ട് ജമ്പ് ചെയ്യാന്ന് പറയും. കാരണം പ്ലഗില് ഈ ഗ്രൗണ്ട് ഇലക്ട്രോഡും അതുപോലെ തന്നെ സെൻട്രൽ ഇലക്ട്രോഡും തമ്മിൽ നിങ്ങൾക്ക് ചെറിയൊരു ഗ്യാപ്പ് കാണാൻ കഴിയും. അപ്പോൾ ഈ ഗ്യാപ്പിനിടയിലാണ് നമ്മളെ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് പാസ് ചെയ്യുന്ന കറണ്ട് ഗ്രൗണ്ട് ഇലക്ട്രോഡിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതാണ്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ആ സ്പാർക്കിന്റെ പവറിലാണ് നമ്മൾ ചേംബറിൽ അല്ലെങ്കിൽ സിലിണ്ടറിനകത്ത് കംപ്രസ്സായി നിൽക്കുന്ന ഫ്യൂവലും എയറും കൂടെ കത്തി ബേൺ ആവുന്നത്. അപ്പോൾ നമ്മൾ പെട്രോൾ കത്താനായിട്ട് എന്താണ് പ്ലഗ് വേണം. അപ്പോൾ ഈ പ്ലഗ് എന്തെങ്കിലും ഒരു ഷോർട്ടോ അല്ലെങ്കിൽ പ്ലഗിന്റെ ക്ഷമതയിലോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വരുന്ന ഇലക്ട്രോഡിൽ എന്തെങ്കിലും മാറ്റമോ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് കംപ്ലൈൻ്റ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ ആ മാറ്റം സംഭവിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ പ്ലഗിന്റെ ക്ഷമത നഷ്ടപ്പെടുമ്പോഴാണ് ഇതിൽ സ്പാർക്ക് കൃത്യമായി ട്രാൻസ്ഫർ ചെയ്യാതെ വരികയും കംപ്ലൈൻറ്റ് ആവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സ്പാർക്ക് കൃത്യമായി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാനൊരു ബൈക്കിൽ മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തരാം, അതിൻ്റെ ഒരു വർക്കിംഗ് ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് സ്ട്രൈറ്റ് പ്ലഗിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഒരു 2 വീലറിൽ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് പ്ലഗിന്റെ പീരിയോഡിക് എങ്ങനെ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യണം, ചെക്ക് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമുക്കപ്പോൾ ഒന്ന് പ്ലഗിന്റെ വർക്കിംഗ് കണ്ടതിന് ശേഷം തിരിച്ചു വരാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ സ്ട്രൈറ്റ് നോക്കാൻ പോകുന്നത് പ്ലഗിന്റെ വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബൈക്കിന്റെ സൈഡ് കവറും ടാങ്കും എല്ലാം അഴിച്ചു മാറ്റിയിരിക്കുകയാണ്. ബാക്കി കണക്ഷൻസ് എല്ലാം പ്രോപ്പറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പോൾ പ്ലഗിൻ്റെ കണക്ഷനും അതെങ്ങനെ സ്പാർക്ക് വരുന്നുള്ളൂ ഞാൻ ഒരു ബേസിക് ലെവലിൽ പറഞ്ഞു തരാം. ഓക്കെ, നമ്മൾ ആ പ്ലഗ് വരുന്നത് ഇതാ എഞ്ചിനിലെ ഹെഡിലെ പൊസിഷനിലായിട്ട് സൈഡിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്പാർക്ക് പ്ലഗ് കാണാൻ കഴിയും. അതിൻ്റെ അഡാപ്റ്ററാണ് ഈ കാണുന്നത്. അഡാപ്റ്റർ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ നിന്നും ഒരു ഹൈ ടെൻഷൻ കേബിള് ത്രൂ മേലോട്ട് പോയേക്കണം കാണാൻ പറ്റും. ഈ ഹൈ ടെൻഷൻ കേബിള് വന്നിരിക്കുന്ന ഈ ഒരു പാർട്ടാണ് ഇഗ്നീഷൻ കോയിൽ എന്ന് പറയുന്നത്. ഈ ഇഗ്നീഷൻ കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോയിലിൻ്റെ അകത്ത് നമ്മളെ വൈൻഡിങ് ചുറ്റുകളാണ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്താണ് കോപ്പർ വൈൻഡിങ് എന്ന് പറയാം. നമ്മളെ ഒരു ട്രാൻസ്ഫോമർ സംവിധാനം പോലെ, അതായത് സ്റ്റെപ്പ് അപ്പ് ചെയ്യുക, വരുന്ന വോൾട്ടേജിനെ ഹൈ വോൾട്ടേജ് ആക്കി കടത്തിവിടാനാണ് ഈ ഒരു ഹൈ ടെൻഷൻ കേബിള്. ഇതിൻ്റെ അകത്ത് കോപ്പർ ഹൈ ടെൻഷൻ വയറിംഗ് ആണ് ഇതിനകത്തൂടെ വരുന്നത്. അപ്പോൾ ഇത് ഹൈ ടെൻഷനായിട്ട് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഹൈ വോൾട്ട്, അതായത് 25,000 വോൾട്ട് വരെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് സാധാരണ ഒരു വയറിങ് കൊടുത്തു കഴിഞ്ഞാൽ വയറിങ് ചൂടായി ഉരുകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഹൈ ടെൻഷൻ കേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു മെയിൻ പാർട്ട്, ഇതാണ് നമ്മുടെ കോയിൽ. ഇവിടെ നിന്നാണ് ഹൈ വോൾട്ട് സ്പാർക്കിലോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തിനാണ് ഹൈ വോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, സ്പാർക്ക് പ്ലഗിൻ്റെ സെൻട്രൽ ഇലക്ട്രോഡിൽ നിന്നും ഗ്രൗണ്ട് ഇലക്ട്രോഡിലേക്ക് നമ്മളെ വോൾട്ടേജ് ജമ്പ് ചെയ്യണമെങ്കിൽ അതൊരു ഹൈ വോൾട്ട് ആണെങ്കിൽ മാത്രമേ ജമ്പ് ചെയ്യുകയുള്ളൂ.
അപ്പോൾ ആ ഒരു ജമ്പിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹൈ വോൾട്ട് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ്, അവിടെ ഒരു സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈ വോൾട്ട് സപ്ലൈ കൊടുക്കുന്നത്. ഓക്കെ, ഇതിലോട്ട് വരുന്ന വോൾട്ടേജ് എപ്പോഴും നോർമൽ ആയിരിക്കുള്ളൂ. 12 വോൾട്ട് നോർമൽ വോൾട്ടേജ് ആണ് ഇതിലോട്ട് വരുന്നത്. ഇതാണ് ഹൈ വോൾട്ടായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ പ്ലഗിലോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഫുൾ ടൈം സ്പാർക്ക് വർക്കിംഗ് ആണോ എന്ന്. ഫുൾ ടൈം അല്ല, നമ്മളെ എൻജിനിൽ നിന്നും, അതായത് നമ്മളെ തൊട്ടപ്പുറത്ത് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളെ മാഗ്നറ്റ് കോർ വരുന്നത്. മാഗ്നറ്റ് കോറിലൊരു ടൈമിംഗ് സെൻസർ ഉണ്ട്. ആ ടൈമിംഗ് സെൻസർ ഒരു സൈക്കിള് റൊട്ടേറ്റ് ആയി കഴിയുമ്പോൾ കമ്പർഷൻ ടൈം വരുമ്പോൾ കൃത്യമായിട്ട് അത് ECUയിലോട്ട് സിഗ്നൽ കൊടുക്കുന്നു. ഓക്കെ, ECU എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പുതിയ മോഡൽ ബൈക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ ECU ഈ ത്രോട്ടിൽ ബോഡിയോട് ചേർന്നാണ് ഇതിൻ്റെ ECU വരുന്നത്. അപ്പോൾ ECUയിൽ നിന്നും വരുന്ന സിഗ്നൽ സ്ട്രൈറ്റ് നേരെ ECUയിൽ നിന്നും വോൾട്ടേജ് സപ്ലൈ സ്ട്രൈറ്റ് നമ്മുടെ കോയിലിലോട്ട് കട്ട് ഓഫ് ചെയ്ത് കൊടുക്കുന്നു. കൃത്യമായ ടൈമിൽ കംപ്രഷൻ വരുന്ന ടൈമിൽ, അതായത് കംപ്രഷൻ എയർ ഫ്യൂൽ മിക്സ്ചർ കംപ്രസ് ആവുന്ന ടൈമിൽ മാത്രം സ്പാർക്ക് ചെയ്യുക എന്നുള്ള സിഗ്നൽ നമ്മളെ ECU ഇവിടെ നിന്നും സിഗ്നൽ കിട്ടിയതിന് ശേഷം, അതായത് നമ്മുടെ ക്രാങ്കിൽ നിന്നും പൊസിഷൻ ചെക്ക് ചെയ്ത് ആ സിഗ്നൽ റിസീവ് ചെയ്ത് കൃത്യമായ ഒരു വോൾട്ട് സപ്ലൈ ഇവിടെ നിന്ന് നമ്മുടെ ECUയിൽ നിന്നും ഈ കോയിലിലേക്ക് കടത്തിവിടുന്നു. ഹൈ വോൾട്ട് സപ്ലൈ ഇഗ്നീഷ്യൻ കോയിലിലേക്ക് വന്നതിന് ശേഷം അവിടെ നിന്നും നേരെ ഹൈ ടെൻഷൻ കേബിൾ വഴി നമ്മളെ സ്പാർക്ക് പ്ലഗിലോട്ട് എത്തുന്നു. നമ്മുടെ സ്പാർക്ക് പ്ലഗ് പെട്ടെന്ന് ഊരിയെടുക്കാനും എളുപ്പത്തിന് നമുക്ക് സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇതുപോലൊരു അഡാപ്റ്റർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ അഡാപ്റ്റർ കംപ്ലൈൻറ്റ് വന്നാലും ലൂസ് കോണ്ടാക്റ്റ് വന്നാലും ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ അഡാപ്റ്റർ ഇതുപോലെ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. അഡാപ്റ്ററിൻ്റെ അകത്തൊരു ത്രെഡാണ് വരുന്നത്. ഓക്കെ, അഡാപ്റ്റർ നമുക്ക് ഇതുപോലെ ഊരിയെടുക്കാൻ പറ്റും. അഡാപ്റ്ററിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ സ്ക്രൂ പോലെ ത്രെഡാണ് വരുന്നത്. അത് ഈ കേബിളിൻ്റെ അകത്ത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ ലോക്കും ക്ലിപ്പൊക്കെ ക്ലിയർ ആണോ എന്ന് നോക്കണം. ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കമ്പനി ഉണ്ടെങ്കിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇതിൻ്റെ ബെൻഡിൽ ക്രാക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്രാക്ക് വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഈ കേബിളിൽ ലൂസ് വന്നു കഴിഞ്ഞാലോ നമ്മളെ സ്പാർക്ക് എൻജിനിലോട്ട് ഷോർട്ട് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ചിലരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ സ്പാർക്കിൽ നിന്നും പുറത്തല്ലെങ്കിൽ കേബിളിൽ നിന്നൊക്കെ സ്പാർക്ക് എൻജിൻ്റെ പുറത്തോട്ട് ഷോർട്ട് ആവുന്നത് നിങ്ങൾക്ക് നൈറ്റിലോ അല്ലെങ്കിൽ റെയിനി ടൈമിലോ അല്ലെങ്കിൽ മഴയുള്ള സമയത്തോ നിങ്ങൾക്കത് കാണാൻ കഴിയും. ഓക്കെ, അഡാപ്റ്റർ കേബിളിൽ നമുക്ക് ഇതുപോലെ തന്നെ തിരിച്ച് സെറ്റ് ചെയ്യാം. ഓക്കെ, ഈ അഡാപ്റ്റർ നമ്മൾ ഈ പ്ലഗിലോട്ട് ഇതുപോലെ പ്രസ്സിങ് കണക്ഷനാണ് വരുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് സ്പാർക്ക് പ്ലഗിൻ്റെ എൻഡിൽ സ്പാർക്ക് ഉണ്ടാകുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് പ്ലഗ് ഊരിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ നിന്ന് പ്ലഗ് ഊരിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കാണും ഈ പ്ലഗിൻ്റെ എൻഡ് ഭയങ്കരമായിട്ട് കരിഞ്ഞിട്ടുണ്ട്. അതായത് ഡസ്റ്റ് പാർട്ടിക്കിൾ, അതായത് കാർബൺ ഡെപ്പോസിറ്റ് വല്ലാതെ ഇതിൽ അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഈ പ്ലഗ് ഒരുപാട് നാളായി ഈ വാഹനത്തിൽ യൂസ് ചെയ്യുന്നു. അപ്പോൾ തന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കാർബൺ ഡെപ്പോസിറ്റ് ഒരുപാട് നമ്മളെ പ്ലഗിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടോ എന്നാണ്. ഇതുപോലെ കാർബൺ ഡെപ്പോസിറ്റ് ഒരുപാട് ആയിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഇതിൻ്റെ നടുക്കായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ഗ്യാപ്പ് കാണാൻ പറ്റും. അപ്പോൾ ആ ഗ്യാപ്പാണ് നമ്മളെന്താണ് സെൻട്രൽ ഇലക്ട്രോഡിൽ നിന്നും ഗ്രൗണ്ട് ഇലക്ട്രോഡിലോട്ട് കറണ്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കാർബൺ ഡെപ്പോസിറ്റ് ഇതിൽ നിറയെ പറ്റിപ്പിടിച്ച് കഴിഞ്ഞാൽ കറണ്ട് പാസ് ചെയ്യില്ല. അപ്പോൾ അവിടെ മിസ്സിങ് പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഓയിൽ കണ്ടൻറ്റ്, നമ്മളെ കമ്പർഷനിൽ ഓയിൽ ലീക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലഗിൽ ഓയിൽ കണ്ടൻറ്റ് ഒരുപാട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടെമ്പറേച്ചറിനെ ബാധിക്കും. പ്ലഗിൻ്റെ ഈ സെൻട്രൽ ഇലക്ട്രോഡിൽ എന്താണ് അത് ഷോർട്ട് സർക്യൂട്ടായിട്ട് പ്ലഗ് ഷോർട്ടാവുകയാണ് ചെയ്യുക. പ്ലഗ് ഷോർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് സെൻട്രൽ സ്പാർക്ക് അടിക്കില്ല. അതിന് പകരം ഇതിൻ്റെ സൈഡിലോട്ടായിരിക്കുള്ളൂ സ്പാർക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ കൃത്യമായിട്ട് പ്രോപ്പർ ബാനിങ് നമ്മളെ കമ്പർഷൻ ചേമ്പറിൽ നടക്കില്ല. അതായത് ഹെഡിൽ പെട്രോൾ കൃത്യമായിട്ട് കത്തില്ല എന്നർത്ഥം. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ വണ്ടി ഓഫ് ആവുന്നതും. മെക്കാനിക് ആയാലും നമ്മൾ ഷോറൂമിലായാലും എല്ലാവരും പ്ലഗ് അഴിച്ചു നോക്കുമ്പോൾ സർവീസിൽ നമ്മൾ പ്ലഗ് റീപ്ലേസ് ചെയ്യണമെന്ന് പറയാൻ കാരണം ഇതാണ്. അപ്പോൾ നിങ്ങൾ പ്ലഗിൻ്റെ വർക്കിംഗ് ഒന്ന് കാണാൻ ഞാൻ ജസ്റ്റ് ഒന്നിപ്പോൾ സ്പാർക്ക് അടിക്കുന്നത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം.
ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ പ്ലഗൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പ്ലഗിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ഒക്കെ നിങ്ങൾക്ക് നോക്കി പരിഹരിക്കാവുന്നതുള്ളൂ. അപ്പോൾ പ്ലഗ് എങ്ങനെ റിമൂവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ പ്ലഗ് അഴിക്കാനായിട്ട് നമുക്ക് നമ്മളെ വാഹനത്തിൽ തന്നെ സീറ്റിൻ്റെ താഴെയായിട്ട് ടൂൾസ് ഉണ്ടാവും. അപ്പോൾ അതിലൊരു പ്ലഗ് ഹോൾഡർ എല്ലാ വാഹനത്തിനും നൽകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൽ അതില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ അത് വാങ്ങി വെക്കുക. അപ്പോൾ സ്പെയർ പാർട്സ് ഷോപ്പുകളിലൊക്കെ പ്ലഗ് ഹോൾഡറും അതിൻ്റെ കീയും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ബൈക്കിൻ്റെയൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അല്ലെങ്കിൽ നിസ്സാരമായിട്ട് അഴിച്ച് നിങ്ങൾക്ക് പ്ലഗ് റീപ്ലേസ് ചെയ്യാൻ കഴിയും. പ്ലഗ് റീപ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻജിൻ ഓവർ ഹീറ്റായിട്ട് വരുന്ന അല്ലെങ്കിൽ ഓടി വരുന്ന ടൈമിൽ നമ്മൾ പ്ലഗ് ഒരിക്കലും റിമൂവ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ എൻജിൻ തണുത്തതിന് ശേഷം മാത്രം നമ്മൾ പ്ലഗ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ തന്നെ അഴിച്ച് എടുക്കുമ്പോഴും ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും എൻജിൻ നോർമൽ കണ്ടീഷനിലായിരിക്കണം. അല്ലാത്ത വശം നമ്മളെ പ്ലഗിൻ്റെ ത്രെഡ്, ഈ ഒരു ത്രെഡ് നമ്മളെ എൻജിനിൽ വരുന്ന ഇന്നർ ത്രെഡ് കട്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ത്രെഡ് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് കൂടുതലുണ്ട്. കൃത്യമായിട്ട് ഒരു മെക്കാനിക്കിനെ കൊണ്ട് സർവീസ് ചെയ്യിപ്പിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പ്ലഗ് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സ്പാർക്ക് പ്ലഗ് കൃത്യമായിട്ട് നമ്മളെ ഹാൻഡിൽ ത്രെഡ് കറക്റ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമേ നമ്മൾ സ്പാനറോ ബോക്സോ എന്തെങ്കിലും യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഞാനിവിടെ ബോക്സ് സ്പാനറാണ് യൂസ് ചെയ്യുന്നത്, അതായത് സോക്കറ്റ് സെറ്റിൽ. അതുപോലെ തന്നെ എപ്പോഴും പ്ലഗിൻ്റെ നമ്മൾ പ്ലഗ് ടൈറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു നോർമൽ ടൈറ്റ്, നമ്മൾ സ്പാനർ ആയാലും റാച്ചറ്റ് ആയാലും എന്ത് പിടിക്കുമ്പോഴും മേലെ കൈവച്ച് നോർമൽ ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓവർ ടൈറ്റ് ചെയ്യാൻ പാടില്ല പ്ലഗ് ഒരിക്കലും. അതിൻ്റെ ത്രെഡ് പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതിനുശേഷം പ്ലഗ് പ്രോപ്പറായി ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അഡാപ്റ്റർ നമ്മൾ ഇതിലോട്ട് കണക്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരു പ്രസ്സിങ് ലോക്കാണ് വരുന്നത്, അപ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. ലൂസ് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ സ്പാർക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ പുറത്തോട്ട് ഷോർട്ടായിട്ട് അടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ സ്പാർക്ക് കൃത്യമായിട്ട് എത്തില്ല ഉള്ളിലോട്ട്, മിസ്സിങ് പ്രോബ്ലംസ് വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ ഒരുപാട് നാൾ ഓടിക്കഴിഞ്ഞ വണ്ടിയിൽ ഈ ഹൈ ടെൻഷൻ കേബിള് ഡാമേജ് വരും. അതുപോലെ കോയിലിൻ്റെ കണക്ഷനിലും ഒക്കെ തുരുമ്പ് പിടിച്ച് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കോയിലും ഒരുപാട് നാൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു 5 to 6 ഇയർ നിങ്ങളെ വണ്ടി ഓടി പഴകിയെങ്കിൽ നിങ്ങളുടെ കോയിലുകളൊക്കെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പാർക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പ്ലഗിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ബേസിക് വർക്കിംഗ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെന്താണ് പ്ലഗിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അതായത് കാർബൺ ഡെപ്പോസിറ്റുകൾ അടിഞ്ഞിട്ട് സ്പാർക്കിന് കംപ്ലൈൻ്റ് ആവാൻ അത് സാധാരണയായിട്ട് ബാധിക്കും. നിലവിൽ ചെയ്തു വരുന്നൊരു പ്രക്രിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലഗിനെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്ലഗ് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ പ്ലഗ് നല്ലൊരു ക്വാളിറ്റി പ്ലഗ് ആയിരിക്കണം, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് നല്ലതായിരിക്കണം. ഇപ്പോൾ കമ്പനി പ്രൊഡക്റ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഔട്ട്സൈഡ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ലോക്കൽ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു ചീപ്പ് റേറ്റിന് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റോ നമുക്ക് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ റേറ്റ് കുറവിന് പുറത്തു നിന്നും വാങ്ങുന്ന പ്ലഗുകൾ നമുക്ക് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് നിങ്ങൾ ഓയിൽ ചേഞ്ച് പീരിയോഡിക് ടൈമിലൊക്കെ നിങ്ങളെ പ്ലഗുകൾ ചേഞ്ച് ചെയ്യുക. അപ്പോൾ കൃത്യമായ നിങ്ങളെ ഓയിൽ ചേഞ്ചിങ് പീരിയോഡിക് ടൈമിലൊക്കെ നിങ്ങൾ പ്ലഗ് ചെക്ക് ചെയ്തിട്ട് ഇതുപോലെ ഡസ്റ്റ് ഒരുപാട് അടിയുന്നു അല്ലെങ്കിൽ കാർബൺ ഡെപ്പോസിറ്റ് ഒരുപാട് നിങ്ങൾ പ്ലഗിൽ അടിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലഗ് ക്ലീൻ ചെയ്യാതെ പ്ലഗ് റീപ്ലേസ് ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങൾ വാഹനം ബ്രേക്ക് ഡൗൺ ആവുന്നതാണ്. അതായത് സഡൻലി ഇതിൻ്റെ കോറ് കംപ്ലൈൻ്റ് ആയിട്ട് അതിൽ ഇലക്ട്രോഡ് കംപ്ലൈൻ്റ് ആയിട്ട് സഡൻലി നമ്മൾ സ്പാർക്ക് ഡൗൺ ആവാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ വാഹനങ്ങളിൽ ഇപ്പോൾ പ്രോപ്പറായിട്ട് കണ്ടുവരുന്ന കംപ്ലൈൻറ്റ് അതാണ്. കമ്പനി വരുന്ന പ്രൊഡക്റ്റ് നമുക്കൊരു 2-3 കൊല്ലത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തു നിന്നും വാങ്ങി യൂസ് ചെയ്യുന്ന പ്ലഗുകൾ നമുക്ക് 1 വർഷത്തേക്ക് പോലും യൂസ് ചെയ്യാനായിട്ട് കഴിയില്ല എന്നാണ് ഞാനിപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. പുറത്തു നിന്നും വാങ്ങുന്ന ചീപ്പ് റേറ്റിന് വാങ്ങുന്ന സ്പാർക്ക് പ്ലഗുകൾ നമുക്ക് ഒരു 6 മാസത്തേക്കോ 8 മാസത്തേക്കോ മാത്രമേ പ്രോപ്പർ വർക്കിംഗ്, അതൊരു നല്ല എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് കൃത്യമായി സർവീസ് ചെയ്യുന്ന എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ സ്പാർക്ക് പ്ലഗിൽ കാർബൺ ഡെപ്പോസിറ്റ് അടിയാതെ നമുക്ക് നോക്കാം. ഇപ്പോൾ സ്പാർക്ക് പ്ലഗിൽ എങ്ങനെയാണ് കാർബൺ ഡെപ്പോസിറ്റ് ഒരുപാട് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ബേൺ ആവാതെ വരിക, അല്ലെങ്കിൽ എയർ ഫ്യൂൽ മിക്സ്ചർ കൃത്യമായി എഞ്ചിനിലേക്ക് എത്താതെ വരിക, അതുപോലെ തന്നെ
കൃത്യമായിട്ടുള്ള ഓയിൽ ചേഞ്ചിങ് ചെയ്യാതെ വരുമ്പോഴാണ് പ്ലഗിൽ എന്താണ് കാർബൺ ഡെപ്പോസിറ്റ് ഒരുപാട് വന്നിട്ട് പ്ലഗ് ഷോർട്ട് ആവാനുള്ള ചാൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ വാഹനങ്ങളിലൊക്കെ നിങ്ങൾ സ്പാർക്ക് പ്ലഗ് ചേഞ്ച് ചെയ്യുമ്പോഴാലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്തിനാണ് സ്പാർക്ക് പ്ലഗ് ചേഞ്ച് ചെയ്തെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ, മറ്റുള്ളവരിലേക്ക് ഈ അറിവുകളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക. ഓക്കെ, താങ്ക് യു ഗൈസ്.